എടതി സുഭാഷേട്ടൻ അവിടെ? എടാ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ട്. മോളെ ഇവന്റെ കാര്യം കേൾക്കണോ? രാത്രി മുഴുവൻ ഇവന് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഞാൻ ഇവിടെ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രല്ല സുഭാഷേട്ടാ, ആരും ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും സുഭാഷേട്ടന്റെ കാര്യം തന്നെയായിരുന്നു മനസ്സിൽ. സുഭാഷേട്ടൻ വീണ്ടും എഴുന്നേറ്റ് പോകുന്നായിരുന്നു എല്ലാരും മനസ്സിൽ. ഏയ് ഏട്ടൻ ഇനി എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, പോരെ? മോളെ ദോശ ഉണ്ടാക്കട്ടെ? ഇന്നും ദോശയാണോ? ആ വേറെന്താ വേണ്ടത് പറ. മസാല ദോശ അത്രയല്ലേ ഉള്ളൂ. ഡൺ. ആ എത്തിയില്ലോ. പച്ചക്കറിയാ സുഭാഷേട്ടാ, ദേ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി റെഡി. ഇനി പുറത്തു പോയി വാങ്ങാൻ നിൽക്കണ്ട കേട്ടാ. അല്ല നീ എന്തിനാ വാങ്ങാൻ പോയേ? അല്ല ആ പേരിൽ സുഭാഷേട്ടൻ പുറത്തിറങ്ങി ഓടിപ്പോവാൻ പാടില്ലല്ലോ. വീണ്ടും അതിനെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ചുമ്മാ അതിര് സുഭാഷേട്ടൻ, വെറുതെ ഒന്ന് തോണ്ടിയതല്ലേ. അതെ, സുഭാഷേട്ടൻ പോയി എന്നറിഞ്ഞപ്പോളേ ഞങ്ങളെ കൂടാതെ വേറെ ചിലരും വല്ലാതെ വിഷമിച്ചു. ആരെന്നറിയോ? അച്ഛനല്ലേ? കൊറേ സ്ഥലത്ത് തന്നെ അന്വേഷിച്ചു ഞാൻ അറിഞ്ഞു. ഇന്നലെ സംസാരം കേട്ടപ്പോ എനിക്ക് വിഷമായി. അച്ഛനല്ല, വേറെ ആള്. അതാര്? എത്ര ആലോചിച്ചാലും സുഭാഷേട്ടൻ അത് പിടികിട്ടാൻ പോകുന്നില്ല. ആ നമ്മുടെ ഗംഗാധരൻ വലിച്ചനും ലളിതമ്മായും. ആ സുഭാഷേട്ടൻ പോയിന്ന് കേട്ട ഉടനെ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നിരുന്നു. ശരിക്കും? ശരിക്കും. ആ സത്യം. വല്യച്ഛൻ അതിന്റെ ഇടയിലേ നമ്മൾ ഈ വീട് വിട്ടു പോണെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ലളിതമ്മയെ സുഭാഷേട്ടൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ പോയേ. അതിനിടയ്ക്ക് ഇവിടത്തെ കാരണവര് അവരോടൊന്ന് വെക്കിട്ട് കയറാൻ നോക്കി. പക്ഷെ അവരൊന്നും മറത്തു പറഞ്ഞില്ലേട്ടാ. ആ വീട്ടിലൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോ അവരൊക്കെ കൂടെ നിന്നല്ലോ, നന്നായി. എല്ലാം മറന്ന് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നറിയോ? ബെസ്റ്റ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നുമില്ല. സുഭാഷേട്ടനായതുകൊണ്ട് മാത്രമായിരിക്കും അവരൊന്ന് വന്നിട്ട് പോയത്. അതവരെ വായ തന്നെ വീഴുകയും ചെയ്തു. അതൊന്നും അല്ലടാ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ നോക്കോ, അവരും കൂടെ ഉണ്ടാവും. അത് ശരി, എന്ന് വെച്ച് ഇനിയും പ്രശ്നം ഉണ്ടാവണമെന്നാണോ? അയ്യോ അതൊന്നും അല്ലടാ. ഇടാ എത്ര വഴക്കിട്ടാലും ഒരു വലിയ പ്രശ്നം വരുമ്പോ സ്വന്തക്കാര് കൂടെ നിൽക്കില്ലോ എന്ന് സമാധാനിച്ചതാ ഞാൻ. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങളെല്ലാം എന്തുമാത്രം അനുഭവിച്ചു എന്നറിയോ? അതെ, ഞാനും ആകെ അങ്ങ് പേടിച്ചു പോയതാ. നിങ്ങൾക്കൊക്കെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുന്നായിരുന്നു എന്റെ വിചാരം. ആ എന്നെ കൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ കുഴപ്പമായെന്ന് കേട്ടപ്പോ ഞാൻ വല്ലാതായി. അതാ ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. എന്റെ സുഭാഷേട്ടാ, ആ വീട്ടുകാരോട് വന്ന ജോത്സ്യരില്ലേ, അയാള് കാലങ്ങളായിട്ട് അവരെ ഊറ്റി ജീവിക്കുന്ന ഒരാളാ. ഒരു 50 കല്യാണമെങ്കിലും അയാൾ ഈ ജാതകത്തിന്റെ പേരും പറഞ്ഞ് മുടക്കിയിട്ടുണ്ടാവും. കൂടാതെ അവരുടെ വീട്ടിൽ ഓരോ പേരും പറഞ്ഞ് പലതരം പൂജകളും ക്രിയകളും ഒക്കെ നടത്തുന്നതേ അയാളുടെ മേൽനോട്ടത്തില്. അവരാണെങ്കിൽ അയാള് പറഞ്ഞത് വിട്ട് അങ്ങോട്ട് നടക്കുകയില്ല. അങ്ങനെയാണോ? ആ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചാന്നേ. അയാള് പറഞ്ഞ സുഭാഷ് ചേട്ടന്റെ ജാതകവിധി ഉണ്ടല്ലോ, അത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരും. അല്ലടാ ഹരീഷേ, നമ്മൾ തെളിയിക്കും. അതെ, അത് തെളിയിച്ചു കഴിഞ്ഞാൽ സുഭാഷേട്ടന് സമാധാനാവൂലോ. അല്ല നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ?
ആ അതൊക്കെ ഉണ്ട്. സുഭാഷ് ഏട്ടൻ നോക്കിക്കോ. നിധി ഓഫീസിൽ വിളിച്ചിട്ട് അവധി പറഞ്ഞോ. ഇന്ന് സുഭാഷ് ഏട്ടന്റെ സംശയം തീർത്തു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. സുധീഷ്, ഈ കാര്യത്തിൽ നിങ്ങളുടെ ഉടായ്പ പരിപാടി കാണിക്കരുത്. ഏയ് ഇല്ല അടുത്തി, ഇത് ഞാൻ കൂടെ ഉണ്ട്. സുധീഷേട്ടാ. ഓ എന്നെക്കാളും വിശ്വാസം നിന്നെയാണല്ലേ? അതെ, നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാ. ബാ പാടു. എന്നാലും എന്തായിരിക്കും ആ പരിപാടി? നോക്കാം, വരട്ടെ. ചായ കുടിക്കാല്ലേ? സുഭാഷേട്ടാ, എനിക്ക് ചായ ഇട്ടില്ലല്ലോ. നിനക്ക് ഞാൻ തരാം. ആ നിർത്ത്. വന്ന് വിട്ടേ. അവരെവിടെ? വാ. ഇതാരൊക്കെയാ? Come on. യാ, വാടാ. ഇതൊക്കെ ആരടാ? ആരൊക്കെയാടാ ഇത്? ഇവരൊക്കെ വലിയ ജോത്സ്യമാരാ. ഇവിടെന്താ അഷ്ടമംഗലിയെ പ്രശ്നം വെച്ച് നോക്കാൻ പോകണോ? അതല്ല, ഇവരെ വെച്ചാണ് സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ ഉറച്ചുപോയ ചില ധാരണകൾ പിഴുതു മാറ്റാൻ പോകുന്നത്. എന്ന് വെച്ചാ? അതിപ്പോ പറയാൻ പറ്റില്ല, സർപ്രൈസാ. വേണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടോ. പിന്നെ ഇടയിൽ കയറി സംസാരിക്കാൻ നിൽക്കരുത്, പറഞ്ഞില്ല എന്ന് വേണ്ട. ശരി ശരി, ചെല്ലു, ഞാൻ വന്നോളാം. വാ. വാ. വാടാ. ഇതാണ് എന്റെ ചേട്ടൻ സുഭാഷ്. ഇദ്ദേഹത്തിന്റെ ജാതകമാണ് നമുക്ക് നോക്കേണ്ടത്. സുഭാഷ് ഏട്ടാ, ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാ. ഇത് പറവൂർ പങ്കജാക്ഷൻ. നമ്മുടെ ടിവിയിലൊക്കെ നക്ഷത്രഫലം പറയല്ലോ, അത് ഇദ്ദേഹ. ഇത് കയ്പമംഗലം ഉണ്ണിപ്പണിക്കർ. നമസ്കാരം. പിന്നെ ഇത് ജ്യോതിഷ്യാലയം ജ്യോതികുമാർ. പിന്നെ ആ സ്വാമിയാണ് ആറ്റിങ്ങൽ ഗിരിജാവല്ലഭൻ. അല്ല, വേറൊരു കാര്യം പറയാനുണ്ടേ. നിങ്ങളെല്ലാവരും ഒരുമിച്ചല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ജാതകം നോക്കേണ്ടത്. എല്ലാവരും അപ്പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഓരോരുത്തരായിട്ട് വിളിച്ചോളാം. എടാ നികേഷേ, എല്ലാവരെയും കൊണ്ട് ജ്യൂസ് എന്താ വെച്ചാൽ കൊടുക്ക. ഞാൻ വിളിക്കുമ്പോഴേ ഓരോരുത്തരായിട്ട് വിട്ടാൽ മതി. ചെല്ലു. വാ, അങ്ങോട്ട് ചെല്ലു. എന്തോ അതൊക്കെ? അതൊക്കെ ഉണ്ട്, കണ്ടോ. ഇനി ഈ ജാതകം ചേട്ടൻ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കും. ചെല്ലുന്നങ്ങോട്ട് ചെല്ല്. പോയേ ചെല്ല് ചെല്ല് ചെല്ല്. എന്തിനാ ഇത്രയും പേരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നോക്കിപ്പിക്കുന്ന? അല്ലെങ്കിലേ ആദ്യത്തെ ആള് പറയണത് കേട്ട് അത് തന്നെ മറ്റാള് റിപ്പീറ്റ് ചെയ്താലോ? കൊള്ളാം. കുരുത്തക്കേട് കാണിക്കുമ്പോ എന്ത് സ്മാർട്ടല്ലേ ഹരീഷ്? പിന്നല്ല. ഇനി 4 പേര് ഒരേ കാര്യം പറഞ്ഞാലോ? അതെ, അന്ന് പറഞ്ഞ അതേ കാര്യം ഈ 4 പേര് പറഞ്ഞാലോ? എന്നാ എല്ലാം കയ്യിന്ന് പോവും. എടാ, അങ്ങനൊന്നും നടക്കല്ലെന്ന് പ്രാർത്ഥിക്കും. നിങ്ങള് പ്രാർത്ഥിക്കും. ഈശ്വര, നടക്കല്ലേ. ദൈവമേ. നികേഷേ, പറവൂർ പങ്കജാക്ഷ പണിക്കര് പോന്നോട്ടെ. നിങ്ങൾ ആരാ ഈ പറവൂർ പങ്കജാക്ഷ പണിക്കര്? ഞാനാ. എഴുന്നേക്ക, വന്നോളൂ. വരിക. ജാതകം തന്നോളൂ.
നല്ല അസല് ജാതകം. ആഹാ. ധനയോഗം, മാലയോഗം, കുടുംബയോഗം തുടങ്ങി എല്ലാ യോഗങ്ങളും ഉണ്ട്. എന്നാൽ ചന്ദ്രൻ നീചത്തിലായതുകൊണ്ട് ഇപ്പോ ജാതകക്കാരന് ഇത്തിരി മാനസിക വിഷമങ്ങളുണ്ട്. വീട് വിട്ടു പോകാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ ജാതകപ്രകാരം ജാതകക്കാരൻ ഇതിനോടകം കോടീശ്വരനാകേണ്ടതാ. ആ ബെസ്റ്റ്. എന്തുവാടാ ഇതൊക്കെ? എന്നാൽ അധികം വൈകാതെ അത് സംഭവിക്കും. ആദ്യ ബോളിൽ 6 അടിച്ചില്ലേ, ഇനി നോക്കാം. കല്യാണം എപ്പം നടക്കും ജോലിസരെ? ഇതുവരെയും ഇയാൾക്ക് കല്യാണമായില്ലേ? ജാതകപ്രകാരം ഇയാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കണമല്ലോ. പറഞ്ഞു പറ. അയ്യോ, കല്യാണമൊന്നും ആയിട്ടില്ല ജോത്സരെ. ജാതകവിധി അതല്ലല്ലോ. ഇനി നിങ്ങളറിയാതെ വല്ലയിടത്തും ഭാര്യയും കുട്ടിയും ഉണ്ടോന്ന് ചോദിക്കും. ഏയ് അങ്ങനൊന്നുമില്ല. നീ എന്തെങ്ങനെ നോക്കുന്നേ? എടാ ഇദ്ദേഹം പറയുന്ന പോലെ ഒന്നുമില്ല. ഓ ശരി ശരി, നിങ്ങൾ നോക്കിക്കോളൂ ജോത്സരെ. ഇത്രയും നല്ല ജാതകം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ജാതകത്തിലെല്ലാം കാണുന്നുണ്ട്. ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യണം. ആദ്യം കുടുംബക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകൾ ചെയ്യണം. കുടുംബക്ഷേത്രോ? എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ കുറിച്ചു തരാം. അല്ല, ദോഷങ്ങൾ വല്ലതും ഉണ്ടോന്ന്? ദോഷോ? ആ, ഈ ജാതകപ്രകാരം ഒരു ദോഷവും ജാതകക്കാരനില്ല. സേഫ് കേട്ടാ. എങ്ങനെ അറിയാം? നോക്കാം. ഈ ജാതകക്കാരന് മാതൃയോഗമില്ല. ഈ ജാതകപ്രകാരം ജനിച്ചതിന് ശേഷം അമ്മ നഷ്ടപ്പെട്ടിരിക്കണം. അതെ ജോത്സരെ, എൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതാ. പക്ഷേ അധികം വൈകാതെ വിവാഹം കഴിയും. വരുന്നത് മഹാലക്ഷ്മിയെ പോലൊരു കുട്ടിയാവും. ആ കുട്ടി ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ ഈ ജാതകക്കാരനെ സ്നേഹിക്കും. കാരണം 30 വയസ്സ് കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം പോലൊന്ന് അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. തറവാട്ടമ്പലത്തിൽ പോയി ചെയ്തു തീർക്കാനുള്ള വഴിപാടൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരു ചെറിയ ദോഷം കാണുന്നുണ്ട്. ഈ
സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? ഏയ് അതൊന്നുമല്ല. സർപ്പദോഷം. സേഫ്. അതിനാദ്യം പരിഹാരം കാണണം. അല്ല, അതിനിപ്പോ എന്ത് ചെയ്യണം? തറവാട്ട് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തണാവും. ആ കറക്റ്റ്. വഴിപാടിനുള്ളത് ഞാൻ കുറിച്ചു തരാം. 3. ലഗ്നം ചിഹ്നമാണ്. ലഗ്നാധിപനായ സൂര്യൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലും. ആണോ? സൂര്യൻ 10ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ബുദ്ധിയും തന്നേടവും ഉണ്ട്. ബുദ്ധിയുണ്ട്. സൽക്കർമ്മിയാണ്. സ്വന്തം അധ്വാനം കൊണ്ട് പച്ച പിടിക്കേണ്ട ജാതകമാ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നത് 7ലും 8ലുമാ. ലഗ്നത്തിന്റെ 7ാം ഭാവം എന്ന് പറയുന്നത് കളത്ര ഭാവമാ. എന്താടാ? കളത്രോ? അവിടെ ശനിയുടെ ദൃഷ്ടിയുണ്ട്. പോരാത്തതിന് 7ാധിപനായ ശനി ഇപ്പൊ നിൽക്കുന്നത് രാഹുവിനോടൊപ്പം. എന്ത്? പരിഹാരം അടുത്ത മാസത്തോടെ ശനിയുടെ അപഹാരം മാറി ബുധന്റെ അപഹാരം തുടങ്ങും. എന്നാലും ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തണം. എള്ളുതിരി കത്തിക്കണം. തറവാട്ട് അമ്പലത്തിലായാലോ? തറവാട്ട് അമ്പലത്തിലായാൽ കേമം. ആ തറവാട്ടമ്പൽ. അല്ല ജോത്സരെ, വിവാഹം ഉടനെ നടക്കും. പെണ്ണ് വടക്ക് ദിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഉള്ളത് ഒരുമിച്ചുണ്ടേ? പറഞ്ഞ ഉണ്ടേ? തുക കൃത്യമുണ്ടല്ലോ. പിന്നെ? അതെ, നല്ലത്. ഓഹോ. പോവാ. നേടാ അവിടെ വന്നേ. നിങ്ങൾ പറഞ്ഞുറപ്പിച്ച് വന്ന നാടകം കളിച്ചവരല്ലേ അവര്? ഏയ് അയ്യോ അല്ല, അത് അവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞു. ആ അത് നിന്റെ മോഹം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഈ ജാതകത്തിലൊന്നും ഒരു കാര്യമില്ലടാ. കൂടെ കറങ്ങി കിടക്കുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും മോളിൽ കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലടാ. ചെല്ല് ചെല്ല്. എന്തായി ഇപ്പൊ സന്തോഷായില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്. പറഞ്ഞ എല്ലാവരും ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞ് ശ്രദ്ധിച്ചോ? തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യല്ലേ? ആ അതെ. അതിനിപ്പോ എന്താ പ്രശ്നം? തറവാട്ട് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തണമെങ്കിൽ നമ്മളത് നടത്തണം. അത്രേ ഉള്ളൂ. അവിനാശേ, ഞാനിന്ന് എത്താൻ വൈകും. ഇന്നേ തട്ടടിക്കാനുള്ള ആള് വരും. നീ സൈറ്റിൽ തന്നെ ഉണ്ടാവണം കേട്ടോ, എങ്ങും പോരുത്. എല്ലാം നോക്കിക്കോണം. എന്നാ ഞാൻ വെക്കാം. കാല് മാറ്റ്. മോളെ, ഇന്ന് ജോലിക്ക് പോണ്ടേ? സെക്കൻഡ് സാറ്റർഡേ അല്ലേ? അതെ, ഞാനിപ്പോ വരാവേ. സുഭാഷ് ചേട്ടനാകെ മാറിയല്ലേ? മുഖത്തിപ്പോ ഒരു തെളിച്ചൊക്കെ ഉണ്ട്. ശരിയാടാ. അത് പക്ഷേ എന്റെ ജാതകം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾക്ക് ഞാൻ കാരണം ഒരു തട്ടുകേടും ഉണ്ടാവില്ല എന്ന് മനസ്സായതുകൊണ്ട് മാത്രമാണ്. അത് ശരി. തറവാട്ടമ്പലത്തിലേക്ക് എന്നാ പോന്നേ? അത് പോവാം. അതിനുമ്പേ നമുക്ക് ആദ്യം അമ്പലം ഇതാന്ന് കണ്ടുപിടിക്കണ്ടേ? അതറിയില്ലേ? അതറിയില്ലേ? സുഭാഷ് ചേട്ടനും അറിയില്ലേ? അത് അങ്ങനെ ചോദിച്ചാ ഇതുവരെ പോവാത്തതുകൊണ്ട്. നിങ്ങൾ ജനിച്ചു വളർന്ന ഇവിടെയല്ലേ? അതൊക്കെ അതെ. എന്നിട്ടും അറിയില്ലേ? അച്ഛാ, തറവാട്ടമ്പലം എവിടെയാ?
നമ്മുടെ തറവാട്ടമ്പലം എവിടെയാന്ന്. ആ സത്യമായിട്ടും അറിയില്ലേ? അത് ഞാൻ പറയില്ലേ. ശരിക്കും നിങ്ങളുടെ നാട് എവിടെയാ? ഇവിടുത്തെ അതല്ല, ശരിക്കുള്ള ഒറിജിൻ. മനസ്സിലായില്ല. അതായത് അപ്പനപ്പന്മാരായിട്ട് എവിടെയാണോ ജനിച്ചത് അവിടെയായിരിക്കും തറവാട്ടമ്പലം. ഓ യു മീൻ ആൻസിസ്റ്റേഴ്സ്? ആ അതെ, അതേത് നാടാ? ശരിക്കുള്ള പൂർവീകരെ തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം പൂർവീകരുടെ തുടക്കം സൗത്ത് ആഫ്രിക്കയിലാണെന്നാ കേട്ടിട്ടുള്ളത്. പക്ഷെ അവിടെ അമ്പലം ഉണ്ടോന്ന് അറിയില്ല. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്, ഇവനെ പോലെ. നിങ്ങളുടെ അച്ഛൻ നിരീശ്വരവാദിയാണോ? അജ്ഞേയവാദി, അഗ്നോസ്റ്റിക്. അങ്ങേരോട് ചോദിച്ചിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. തറവാട്ടമ്പലല്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കാനേ, പെട്ടെന്ന് തന്നെ പോവാൻ ചെയ്യാം. ശരിയടാ, ഞാനെന്നാ എപ്പോ വരാം. ഏയ് സുഭാഷ് ഏട്ടൻ എങ്ങോട്ടാ പോകുന്നത്? കടയിലേക്ക്. അതേ, നാട്ടുകാർക്ക് മുഴുവൻ സുഭാഷ് ഏട്ടൻ പോയതറിയാം. ഓരോന്ന് ചോദിക്കാൻ നിൽക്കും. കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എടാ, ചോദിക്കുന്നവർ എപ്പോഴായാലും ചോദിക്കും. എന്ന് വെച്ച് എപ്പോഴും അടച്ചുപൂട്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ അവരുടെ ആരുടെയും സ്വത്തും പണമൊന്നും മോഷ്ടിച്ചിട്ടുമില്ല, വേറെ ഒരു വൃത്തികേടും കാണിച്ചിട്ട് പോയതല്ല. എനിക്ക് മാറി നിൽക്കണമെന്ന് തോന്നി ഞാൻ മാറി നിന്നു, തിരിച്ചു വരണമെന്ന് തോന്നി തിരിച്ചു വന്നു. കാര്യം കഴിഞ്ഞില്ലേ? വാടാ നഗീഷേ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഷെയ്ക്ക് കുടിച്ചിട്ട് വരാം. ആ ഉണ്ടമ്പടി വാങ്ങിച്ചു തരാം. വരേക്ക് വാടാ. നിങ്ങളൊരു ചേട്ടാണോ? ഏതായാലും സുധീഷിന്റെ ജ്യോത്സ്യന്മാരുടെ വിദ്യ ഫലിച്ചു. സുഭാഷ് ഏട്ടന്റെ മനസ്സിനിപ്പോ നല്ല ധൈര്യമുണ്ട്. അതാണ് ഈ സുധീഷ്. ഇവൾക്ക് അവിടെ ഒരു കല്യാണം ആലോചിച്ചിരുന്നു. ഇവൾക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നത്. ഞാൻ പോവില്ല. ചാന്ദിനിക്ക് ഒന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ശരിക്കും എന്നെ തന്നെയാണോ നോക്കി ചിരിച്ചത്? അതെനിക്ക് തെറ്റായിട്ട് തോന്നിയതാണോ? അല്ല, ഇയാളെ തന്നെയാ.